ഉറപ്പായിട്ട് ഇത് അതിൻ്റെ ഭാഗമാണ്. ലാൻഡ് ഓഡിറ്റിങ് നടത്തണം. കുറേ സ്ഥലങ്ങൾ റിവർ സ്ഥലങ്ങൾ കയ്യേറ്റം നടത്തിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഈ പുഴയിലേക്ക് വരുന്ന ഈ വെള്ളം വരുന്ന കനാലുകൾ, തോടുകൾ, അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു രജിസ്ട്രിയുടെ കാര്യം കഴിഞ്ഞാൽ ഞാൻ ക്യാബിനറ്റിൻ്റെ മീറ്റിങ്ങിൽ പറഞ്ഞില്ലേ, അതിൽ ഇതുകൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ. അല്ല, അത് വളരെ പ്രസക്തമായ ചോദ്യം അങ്ങ് ഉറപ്പായിട്ട് അത് പരിശോധിക്കും. പുഴയെ പൂർവ്വസ്ഥിതിയിലാക്കിയില്ലെങ്കിൽ നമുക്ക് അപകടമാണ്. നമ്മൾ ഫ്ലഡ് മാപ്പിംഗ് ഉൾപ്പെടെയുള്ള നടത്തുമ്പോൾ ഇത് പരിശോധിക്കുകയും ചെയ്യും. ഞങ്ങളത് ആ അസറ്റ് രജിസ്റ്റർ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും പ്രത്യേകതകളല്ലേ, നദികൾ, തടാകങ്ങൾ, അതുപോലുള്ള കൈവഴികൾ, കനാലുകൾ, ഇതൊക്കെ വലിയ ഇതാണ്. അത് നമുക്ക് ചെയ്യാം. ഞാൻ എല്ലാ സ്ഥലത്തും അതിന് പോയിട്ടില്ലല്ലോ. അതെന്താണെന്നറിയാമോ, ഞാൻ ആറന്മുളയിലും ഏറ്റവും കൂടുതൽ രൂക്ഷമായ പ്രശ്നമുണ്ടായ ആറന്മുളയിലും അതുപോലെ റാന്നിയിലും ഏറ്റവും കൂടുതൽ ക്യാമ്പുകളുള്ള തിരുവല്ലയിലാണ് പോയത്. ഞാൻ കോന്നിയിലും പോയില്ല, അടൂരും പോയില്ല. അടൂരും ഉണ്ടായിരുന്നു ഞാൻ. അല്ല, അത് ഞങ്ങളെ MLA-മാരെ ക്ഷണിച്ചിരുന്നില്ല. ആ മീറ്റിങ്ങിൽ എല്ലാ ജില്ലാ കളക്ടറെയും ചാർജുള്ള മന്ത്രിയെയും അവിടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെ, ഞാൻ താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാരെ വിളിക്കരുതെന്നോട് പറഞ്ഞു മീറ്റിംഗ്. കാരണം ഞാൻ പണ്ട് 2018 ഈ എറണാകുളത്തും തിരുവനന്തപുരത്തും മീറ്റിംഗ് നടക്കുമ്പോൾ താഴെയുള്ള ഉദ്യോഗസ്ഥരെ നമ്മൾ ഈ യോഗത്തിന് മന്ത്രിമാരും നേതാക്കന്മാരും എല്ലാവരും വരുമ്പോൾ മീറ്റിങ്ങിന് വിളിക്കുന്നതിന് എതിരായിട്ട് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. കാരണം അത് അവിടുത്തെ സിസ്റ്റത്തെ ബാധിക്കും. അതുകൊണ്ട് ജില്ലയിലെ ഹെഡ് മാത്രം, കാരണം അവർക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ. എന്നിട്ട് നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജില്ലാ കളക്ടർമാരുടെ മീറ്റിങ്ങിൽ കൂടുതൽ അധികാരം കൊടുത്തു. അത് ഫോർ ദ ടൈം ബീയിങ് ഇത് സെറ്റിൽ ചെയ്യാൻ പൈസ കൊടുത്തു. നേരത്തെ ആവശ്യത്തിന് പൈസയുണ്ട്. ഇനി അതല്ല, ഇനി ഭക്ഷണത്തിന് കൂടുതൽ പൈസയായി, ടോയ്ലറ്റ് ഇല്ല, ബയോ ടോയ്ലറ്റ് കൊണ്ടുവരണം. എന്ത് തീരുമാനം എടുക്കാനും ജില്ലാ ഭരണകൂടത്തിന് പൂർണ്ണമായ അധികാരം കൊടുത്തു. അവരെന്ത് തീരുമാനം എടുത്താലും അത് റാറ്റിഫൈ ചെയ്തോളാം. കാരണം ഈ ക്യാമ്പുകൾ 150 പേരിൽ കൂടുതൽ ക്യാമ്പിൽ വന്നപ്പോൾ അവിടെ ഒരു പ്രശ്നം വന്നു. അപ്പോൾ 150 പേരിൽ കൂടുതലുള്ള ക്യാമ്പുകൾ, രണ്ടാമത്തെ ക്യാമ്പുകൾ തുടങ്ങിക്കോളാൻ പറഞ്ഞു. പിന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിന് കുറേ പ്രശ്നമുണ്ട് ഇല്ലേ. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിന് ആശുപത്രികളിലെ ആളുടെ എണ്ണം കൂടി, അവിടെയും സ്റ്റാഫിൻ്റെ ഷോർട്ടേജൊക്കെ പല അവരത് ചെയ്യുന്നുണ്ട്. എല്ലായിടത്തും ഡോക്ടർമാരുടെ ക്യാമ്പുണ്ട്. അതുകൂടാതെ ഞങ്ങൾ ആ ജില്ലകളിലെ ഈ സ്വകാര്യ ആശുപത്രികളുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായ ഇപ്പം എല്ലാ ആശുപത്രികളിലും മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നുണ്ട്. എല്ലാ സ്വകാര്യ ആശുപത്രികളിലെ മെഡിക്കൽ ക്യാമ്പ്. അപ്പോൾ നമ്മളൊന്നുകൂടി നേരിട്ട് പരിശോധിച്ചാണ്. MLA-മാരെ ആരെയും ആ പരിപാടിക്ക് ക്ഷണിച്ചിരുന്നില്ല. കുറച്ച് പേര് വന്നു, അത്രയേ ഉള്ളൂ. അല്ല, ഇതൊന്ന് തീർത്തോട്ടെ, ഇത് ഫ്ലഡ് ഒന്ന് തീർത്തോട്ടെ. ഒരു സ്ഥലത്തുനിന്നും അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്നലെ എല്ലാ ക്യാമ്പുകളിലും ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു. ഒന്ന് ഭക്ഷണം കൃത്യസമയത്ത് കൊടുക്കുന്നുണ്ടോ, ഒന്ന് ലൈറ്റ് ഇലക്ട്രിസിറ്റി അറേഞ്ച്മെൻറ്റ്സ് കറക്റ്റായിട്ട് ഉണ്ടോ, ടോയ്ലറ്റുകൾ കറക്റ്റായിട്ടുണ്ടോ, മെഡിസിൻസ് ഉണ്ടോ, ഡോക്ടർമാരുടെ ക്യാമ്പുണ്ടോ, അവർ രാവിലെയും വൈകുന്നേരവും അവിടെയുള്ള രോഗികളായിട്ടുള്ള ഉൾപ്പെടെയുള്ള ആളുകളെ പരിശോധിക്കുന്നുണ്ടോ. ഈ കൃത്യമായിട്ട് ഒരു പരാതി പത്രം, ഞാൻ അവിടെ നിന്നാണ് വരുന്നത്, ഇന്നലെ ഒരു പരാതിയില്ല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് പരാതി ഉണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ അത് അഡ്രസ്സ് ചെയ്യാനുള്ള സിസ്റ്റം അവിടെ ഉണ്ട്. പക്കയായിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. അവരെ നിരാശപ്പെടുത്തല്ലേ. അവർ പല ദിവസവും പലരും ഉറങ്ങിയിട്ട് പോലുമില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കും, എല്ലാം ഡിസ്പോസ് ചെയ്യും. മാത്രമല്ല, ഇപ്പോൾ സർക്കാർ ആശുപത്രി ഇല്ലാത്ത സ്ഥലത്താണ് സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കോ. ഗുരുതരാവസ്ഥയിലുള്ള ആളെ ഇനി കോട്ടയത്തേക്കോ പത്തനംതിട്ടയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ജില്ലയിൽ നിന്ന് വേറെ ജില്ലയിലേക്ക് ഏറ്റവും നല്ല ആശുപത്രിയിൽ കൊണ്ടുപോയിക്കോ. ആ സ്വകാര്യ ആശുപത്രിയിലെ ബില്ലാണെങ്കിൽ പോലും അത് തീർത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ ക്ലിയർ ആയിട്ടുള്ള ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. നേരിട്ട് തന്നെ മീറ്റിങ്ങിലും കൊടുത്തു, ഞാൻ നേരിട്ട് പോയും കൊടുത്തു. അല്ല, അതെല്ലാം ക്ലിയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ സ്ഥലത്തും. ഇപ്പം നമുക്ക് ഈ ഒരാഴ്ച കൊണ്ട് ഇതെല്ലാം മാറ്റാൻ പറ്റില്ലല്ലോ. മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. ഷട്ടർ തുറക്കാൻ വേണ്ടിയിട്ടുള്ള ചെയ്തിട്ടുണ്ട്. ഷട്ടർ തുറന്നുകൊണ്ടാണ് അവിടെ എല്ലാം തണ്ണീർമുക്കത്തും എല്ലാ സ്ഥലത്തും ഷട്ടർ തുറന്നുകൊണ്ടാണ്. എന്നാലും അപ്പർ കുട്ടനാട് നമുക്കറിയാമല്ല, പ്രശ്നബാധിതമായ സ്ഥലമാണ്. ഞാൻ വേറെ എന്തെങ്കിലും ചോദിക്കാം, അത് പറഞ്ഞല്ലോ.
ഞാനത് മന്ത്രി അതിനെക്കുറിച്ച് വിശദീകരണം നൽകി. അദ്ദേഹം തെറ്റുപറ്റിയിരുന്നതിൽ ഖേദവും പ്രകടിപ്പിച്ചു. പിന്നെ ഇനി അത് വിവാദമാക്കേണ്ട ആവശ്യമില്ല. അല്ലല്ല, അവിടെ ഏറ്റവും നന്നായിട്ടാണ് അത് ചെയ്തത്. ചെയ്യാൻ പറ്റാവുന്നതിൻ്റെ പരമാവധി അവിടെ നന്നായിട്ട് ചെയ്തു. നമ്മൾ വന്നിട്ട് 2 മാസമല്ലേ ആയുള്ളൂ. 2 മാസം ഞങ്ങൾ വന്ന ഉടനെ തന്നെ പ്രീ മൺസൂൺ മീറ്റിംഗ് എല്ലാം വിളിച്ചു കൂട്ടി. ജില്ലാ കളക്ടർമാരോട് നോക്കാം. ഹൈവേ കുറിച്ച് പേടിയുണ്ടായിരുന്നു. എല്ലാ ജില്ലാ കളക്ടർമാരോടും ഹൈവേയുടെ കുഴപ്പമുള്ള സ്ഥലങ്ങളിൽ പോയി നോക്കാൻ പറഞ്ഞു. ഇതുപോലത്തെ പ്രദേശങ്ങൾ ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് പ്രത്യേകമായിട്ടുള്ള ഇത് കൊടുത്ത് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി അത് എന്തെങ്കിലും കറക്റ്റ് ചെയ്യണമെങ്കിൽ അത് കറക്റ്റ് ചെയ്യും. അത് ക്യാബിനറ്റ് ഉള്ളപ്പോഴും അദ്ദേഹം വിളിച്ചത് ആണ്. അതെ, ഇപ്പം ഞാനിപ്പോൾ ലിജുവിൻ്റെ മന്ത്രി ലിജുവിൻ്റെ ആലപ്പുഴയിലുള്ള ചാർജുള്ള മന്ത്രി അദ്ദേഹം കൂടിയ 2 യോഗത്തിൽ ഇദ്ദേഹം പങ്കെടുത്തിരുന്നു. ഇപ്പം അദ്ദേഹം വിളിച്ചത് കിട്ടിയില്ല എന്ന് പറയുന്നത് ക്യാബിനറ്റ് ഇവിടെ കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ്. ലിജുവിൻ്റെ ഫോണിൽ നമ്പർ കിടക്കുന്നുണ്ട്. എവിടെ? എല്ലാ സ്ഥലത്തും ഒരുക്കിയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും പകര സംവിധാനം ഒന്നുമില്ല. പകരം MLAക്ക് തന്നെ ചെയ്യാമല്ലോ. MLAക്ക് തന്നെ ഉണ്ട്. അവിടെ ജില്ലാ കളക്ടർ കൊടുക്കും. അങ്ങനത്തെ ഒരു വിഷയം അവിടെയല്ല. വെള്ളം കയറിയ സ്ഥലത്ത് വേറെ ക്യാമ്പിലേക്ക് മാറ്റും. ഞാൻ പറഞ്ഞല്ലോ 150 പേര്, അതൊന്നും ഒരിക്കലും ഉണ്ടായില്ല. 1500 പേരുടെ ക്യാമ്പ് പോലെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് 150 പേരിൽ ക്യാമ്പ് കൂടിക്കഴിഞ്ഞാൽ അപ്പോൾ അവിടെ അടുത്ത സ്ഥലത്തേക്ക് ക്യാമ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുകയാണ്. എത്ര രൂപ ചിലവായാലും ഒരു ഇതില്ലാന്ന് ജില്ലാ ഭരണകൂടത്തിൽ അവിടെ ചാർജുള്ള മന്ത്രി 2 പ്രാവശ്യം വിളിച്ചു. ഇപ്പോൾ 3ാമത്തെ മീറ്റിംഗ് ഇന്ന് രാവിലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചാർജുള്ള മന്ത്രി എവിടെ പരാതി പറഞ്ഞാൽ കുട്ടനാട് MLA അതിൽ പങ്കെടുക്കുന്നുണ്ട്. ആദ്യത്തെ 2 മീറ്റിങ്ങിലും കുട്ടനാട് MLA പങ്കെടുത്തിട്ടുണ്ട്. ഓരോ യോഗം നടക്കുന്നത് പരാതി തീർക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല, രഹസ്യമായി ചിലരെ കാണേണ്ടി വരും, അല്ലാതെയും കാണേണ്ടി വരും. ചിലപ്പോൾ മുഖ്യമന്ത്രിയെ ഇവിടെ വന്ന് കാണും. ഞാൻ അന്ന് വൈകുന്നേരം എറണാകുളത്തുള്ളതുകൊണ്ട് എറണാകുളത്ത് കാണാമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ അവസ്ഥ. നിങ്ങൾക്ക് നമ്മുടെ സംസ്ഥാനത്തെ ബാധിക്കുന്ന ഗൗരവതരമായ പ്രശ്നങ്ങളുള്ളപ്പോൾ ഇതുപോലത്തെ കുറേ കാര്യങ്ങൾ വിവാദമാക്കാൻ താല്പര്യം. ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഐ ഹാവ് മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ. ഇനി വേണ്ട വേറെ ഒന്നും. എവിടെയാണ്? ആ, ഉറപ്പായിട്ടും അത് അറിഞ്ഞിട്ടുണ്ട്. അവിടെ നിന്നുള്ള മന്ത്രി അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വേണ്ട നടപടികൾ സ്വീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് താമസിക്കാനുള്ള സൗകര്യം അങ്ങനെ വരുമ്പോൾ അവർക്കൊരു വീട്ടിൽ താമസിക്കാൻ പറ്റാവുന്ന സമയം വരെ അവർക്ക് റെൻറ്റ് കൂടി കൊടുത്ത് വീട് താമസിക്കാനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അത് പരിശോധിക്കുകയും ചെയ്യും, നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.